വന്നിട്ടുള്ളത് ഒരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടത് നമുക്ക് ഷെസ്വാൻ സോസ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോസും ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ സോസ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഷെസ്വാൻ എന്ന് പറയുന്നത് ചൈനയിലെ ഒരു സ്ഥലത്തിന്റെ ഒരു പേരാണ്. ഇത് അവിടുത്തെ ഒരു റെസിപ്പിയാണ്. സാധാരണ ചൈനീസ് ഫുഡൊക്കെ സ്പൈസി അല്ല, ഇത് അത്യാവശ്യം സ്പൈസിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഷെസ്വാന്റെ സോസാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പൊ സോസ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം നമുക്ക്. അപ്പൊ ഇത് സോസിന് ആവശ്യമായിട്ടുള്ള ആദ്യം വേണ്ടത് നമുക്ക് ഉണക്കമുളകാണ്. നമ്മുടെ സാധാരണ ഉണക്കമുളക് തന്നെ. അത് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ സാധാരണ മുളക് എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ചൊരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് കനത്തിലുള്ള ഒരു ഇഞ്ചിന്റെ പീസ് വേണം. പിന്നെ നമുക്ക് കെച്ചപ്പ് വേണം, അതുപോലെ തന്നെ വിനാഗിരി വേണം, പിന്നെ കുറച്ച് സോയാ സോസ് വേണം, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ ഓയില്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഈ മുളക് എന്ത് ചെയ്യണം, മുളക് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കണം. നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കുരു വേണമെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യാം. എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിന്റെ കുരു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന്റെ കുരു ഒന്ന് കൊട്ടിക്കളഞ്ഞാൽ മതി കുരു. എന്നിട്ട് ഇതിന്റെ കുരു ഇല്ലാത്തത് മാത്രം എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മതി. എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് മുളക് അങ്ങനെ ഉപയോഗിക്കുക. എരിവ് വേണ്ടാത്തവരിങ്ങനെ കുരു ഒഴിവാക്കിയിട്ട് ചെയ്യാം. ഞാനങ്ങനെ മുളകിന്റെ ഞെട്ടിയും കുരുവും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കുതിർത്ത് വെക്കണം, അല്ലെങ്കിൽ അരക്കാന് ഇതാവില്ല, ഉണങ്ങിയ മുളകല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 25 ഗ്രാം മുളക് ഉണ്ടാവും. അപ്പൊ 25 ഗ്രാമിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം. ഇത് ചെയ്ത് വെച്ചാലും ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഷെസ്വാന്റെ നൂഡിൽസ് ഉണ്ടാക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് ഈ സോസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിവിടെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വെള്ളത്തിലിട്ട് വെച്ച വെള്ളത്തോട് കൂടി തന്നെ അരക്കുക, പേസ്റ്റ് ആയി കിട്ടുള്ളൂ. അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചതക്കരുത്, അരിഞ്ഞെടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിത് റെഡിയാക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഈ ചൂടായ ഓയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള മുളകിന്റെ പേസ്റ്റ്, മുളകിന്റെ പേസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക. മുളക് പെട്ടെന്ന് നമുക്ക് ചുമയൊക്കെ വരും. ഇങ്ങനെ നല്ല തീയൊക്കെ കൂട്ടിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ ആ മുളക് അരച്ച മിക്സിയൊന്ന് കഴുകിയിട്ട് ആ വെള്ളത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് സോസും വിനാഗിരിയൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് എടുക്കുന്നത്.
ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ്, ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ സുർക്ക, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെക്കാം. നമ്മള് ഇത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ എരിവും പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഷെസ്വാൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ള മുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഞാൻ അതിന്റെ കുരുവൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും നല്ല എരിവുണ്ട്. ബംഗ്ലാദേശിന്റെ ഒരു മുളകാണത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ചുമ വരാനുള്ള കാരണം തന്നെ അതാണ്, നല്ല എരിവുണ്ട് അത്യാവശ്യത്തിന്. അപ്പൊ നമുക്ക് ഇനി ഫ്രൈഡ് റൈസ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരു ക്യാപ്സിക്കം ഞാൻ റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ബീൻസ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയന്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നിങ്ങൾ റൈസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടിയും കുറക്കും ചെയ്യാം വെജിറ്റബിൾസിന്റെ. അപ്പൊ ഞാൻ റൈസ് ഒരു 2 ആൾക്ക് കഴിക്കാനുള്ള ഒരു ചോറിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഞാൻ ബസ്മതി റൈസ്, ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് എടുത്തിട്ട് അതൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബസ്മതി റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ബിരിയാണിക്ക് എടുക്കണ അത്രയൊന്നും വേവിക്കാൻ പാടില്ല. ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ ഒരു ഹാഫ് കുക്കില് എടുക്കുക, അല്ലെങ്കിൽ ആകെ കുഴഞ്ഞു പോവും. അപ്പൊ അത് നേരത്തെ ഞാൻ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കാം. പാനോ കടായിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം വെക്കുക. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും നെയ്യൊന്നും വേണ്ട കേട്ടോ, ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിലും ചെയ്യാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. ചൈനീസ് ഡിഷൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുകയാണെങ്കിലും ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക, തീ കൂട്ടിയിട്ട് തന്നെ ചെയ്യുക. ഒരു വെജിറ്റബിൾസ് ഒന്നും വല്ലാണ്ട് കുക്ക് ചെയ്യൂല, കളർ മാറാണ്ട് തന്നെ എല്ലാം ചെയ്യാറുള്ളത്. അപ്പം നമുക്കും തന്നെ ഉള്ളിയൊന്നും ബ്രൗൺ കളർ ആവൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ്, അതുപോലെ ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം, അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് ചെയ്യാം. ഉപ്പിട്ടെടുക്കാം. ഞാൻ റൈസിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ വെജിറ്റബിൾസിന് വേണ്ടി മാത്രമേ ഞാൻ ഉപ്പിടുന്നുള്ളൂ. നമ്മൾ സോസും കൂടെ ചേർക്കുമ്പോൾ അതിലും കൂടെ ഉപ്പുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി നിങ്ങള്. റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്പൈസ് വേണ്ടവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ ഒക്കെ ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം.
ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് മിക്സ് ചെയ്യാം. വല്ലാണ്ട് ഇളക്കിയോ നന്നായിട്ട് മിക്സ് ചെയ്യരുത്. ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചോറൊന്നും ഉടഞ്ഞു പോകാണ്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി സോസ് ഒന്നും സെപ്പറേറ്റ് ചേർക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിലുള്ള നമ്മുടെ പിന്നെ ഷെസ്വാൻ സോസിലുണ്ടല്ലോ, കെച്ചപ്പും അതുപോലെ തന്നെ സോയ സോസൊക്കെ. അപ്പൊ അത് സെപ്പറേറ്റ് ഞാൻ ചേർക്കണില്ല, വിനാഗിരി ഒന്നും. അപ്പൊ അത്യാവശ്യം പുളിയും ഉപ്പും എല്ലാം ഉണ്ട്, ഇപ്പോ എരിവൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ എന്താണെന്ന് അറിയാത്തവര് ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, നമ്മുടെ ഉള്ളിത്തണ്ടാണ്. ഇത് കുറച്ച് അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ ഫ്രൈഡ് റൈസിനെക്കാളും ടേസ്റ്റാണ്, കുറച്ച് സ്പൈസി ആയതുകൊണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടില്. ഇതിന്റെ കൂടെ നമുക്ക് ചിക്കൻ ചില്ലി അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയൻ ഒക്കെ ഇതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിന്റെ കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങൾ. അതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.